ഇപ്പം നോക്കണം മഞ്ഞിൻ്റെ ആ ഒരു മല താഴെ വീഴുന്നു നോക്കണം. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് രാവിലെ നല്ലൊരു അടിപൊളി പണിയാണ് കിട്ടിയത്. രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ ടെസ്കോയിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കണ്ട്. ഒരു പരിപാടി നടക്കത്തില്ല, വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ടയർ കണ്ടില്ലേ, ആ ടയറിൻ്റെ ഭാഗം മാത്രം സ്നോ ഇല്ല, ബാക്കി എല്ലാം സ്നോയിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ആളുടെ പണി ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോയൊക്കെ അവിചാരിതമായിട്ടാണ് വീഴുന്നത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് നമ്മൾ ടൂൾസുകളൊന്നും മേടിച്ച് വെച്ചിട്ടില്ല. ഇവിടുത്തെ ഫ്രോസ്റ്റി കാലാവസ്ഥയാണ് വരുന്നത്, മഞ്ഞൊന്നും എന്നൊന്നും വീഴാറില്ല. അതുകൊണ്ട് നമ്മളൊരു സ്ക്രാപ്പറാണ് മേടിച്ച് വെക്കുന്നത്. ഈ ഗ്ലാസ്സൊക്കെ മഞ്ഞിങ്ങനെ വീണ് ഇരിക്കുമ്പോൾ നമ്മളിതിനകത്ത് ഹീറ്റിംഗ് ഓണാക്കിയിട്ട് ഫ്രണ്ട് ഗ്ലാസും റിയർ ഗ്ലാസും ഹീറ്റിംഗ് ഓണാക്കി കഴിഞ്ഞ് സ്ക്രാപ്പറും കൊണ്ട് നമ്മൾ ഉരച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആകും. ഒരു 10 മിനിറ്റത്തെ പണി ചെയ്താൽ മതി. പക്ഷേങ്കിൽ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഒരു അരമണിക്കൂർ നമ്മൾ ഇതൊന്ന് പണിയണം. എന്തായാലും നമ്മൾ ഇതെല്ലാം ഒന്ന് ഉള്ള നമ്മുടെ ടൂൾസ് വെച്ച് ഇതെല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. പക്ഷേ ഇതുപോലെയുള്ള പണികൾ നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് വെളിയിലോട്ടൊന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 2 ആടെ പണി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ക്ലിയർ ചെയ്യുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമുക്ക് ഈ സ്ക്രാപ്പർ വെച്ചിട്ടുണ്ടല്ലോ പടാന്ന് പറഞ്ഞ് എടുത്ത് കളയാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് തൂത്ത് കളയാം. ഇതിപ്പോൾ ഇന്ന് വീണ സ്നോ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ എടുത്ത് കളയാനായിട്ട് സാധിക്കുന്നത്. അല്ല, ഇപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഈ പരിപാടി ചെയ്തെങ്കിലുണ്ടല്ലോ ഇതെല്ലാം നല്ല ഹാർഡായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു രീതിയിലൊന്നും പെട്ടെന്ന് നമുക്ക് എടുത്ത് കളയാനായിട്ട് സാധിക്കുന്നില്ല. Baby, this is do or die. Feel it in my veins tonight. Emotional suicide. You know it's an eye for eye. I didn't wanna walk the plank. No, but the Mariona, it came like the thunder. ഇപ്പം നമ്മുടെ UK ഒക്കെ ഏതാണ്ട് ഒരു അന്റാർട്ടിക്ക മോഡലായി നോക്കി. അപ്പോൾ നമ്മൾ അന്റാർട്ടിക്കയിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. UK വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അന്റാർട്ടിക്കയിലെ കാലാവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ അന്റാർട്ടിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മഞ്ഞിനകത്തൊക്കെ കളിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഇതുപോലെയുള്ള വീഡിയോ ഉണ്ടല്ലോ നിങ്ങളെ അധിക നാളൊന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല. UK വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വെതർ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ കൂടെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമ്മളൊരു 4-5 ലെയർ തുണികൾ, ഇപ്പോൾ നമ്മൾ ജാക്കറ്റ് കാര്യങ്ങൾ ഇൻസൈഡിലുള്ള 4 ലെയർ കണ്ടില്ലേ, ഗ്ലൗസ് തൊപ്പി എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലൊക്കെ തന്നെ നമുക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഈ വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടില്ലേ എത്ര തിക്കാണെന്ന് നോക്കിയാൽ, നമ്മളത് ഇങ്ങനെ പിടിച്ചിട്ട് സാധനം പോകുന്നില്ല. നോക്കി അത്രയ്ക്ക് തിക്കിലാണ് ഇരിക്കുന്നത്. നോക്കി കേട്ടില്ലേ, ഭയങ്കര തിക്കിലാണ് ഇതിരിക്കുന്നത്. നോക്കിയാൽ നമ്മൾ ഇതിൽ അടിയിലോട്ടൊന്ന് പിടിച്ചിട്ട് സാധനം പോരുന്നില്ല. നോക്കി കേട്ടോ, സ്റ്റക്കായി. നോക്കി ഒരു ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പെട്ടെന്നാണിത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്ലാസ്സിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. ഇതിനകത്ത് പറ്റിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് 1 മണിക്കൂറോളം ഇങ്ങനെ കിടന്ന് ഉരയ്ക്കണം. ഉരച്ച് കഴിഞ്ഞാൽ ആ ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹാർഡായിട്ടുള്ള സ്നോ പോകത്തുള്ളൂ. ഇപ്പോൾ എന്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്നോ ഒന്ന് വീണതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ നല്ല ക്ലിയറാണ്. ഇനി അകത്തൂടെ നമ്മളൊന്ന് തുണിയൊന്നിട്ട് തുടച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. പിന്നെ നമ്മൾ ഹീറ്റിംഗ് കൂടെ ഇട്ട് കഴിയുമ്പോൾ ഗ്ലാസ് നല്ല ക്ലിയറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതേ നമ്മുടെ ഫ്രണ്ട് വൈപ്പർ ഇരിക്കുന്ന നോക്കി, ഇത് കണ്ട നമ്മുടെ ഫ്രണ്ട് വൈപ്പറിൻ്റെ ഒരു അവസ്ഥ നോക്കി, അടിപൊളി പരിപാടിയായിട്ട്. അടുത്ത മഞ്ഞ് വീഴാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് നേരമായിട്ട് മഞ്ഞൊന്ന് സ്റ്റോപ്പായിട്ടുണ്ട്. അടുത്ത കഴിഞ്ഞാൽ കണ്ടില്ലേ മേഘമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറുത്ത് വരുന്നുണ്ടല്ലോ, മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യാനായിട്ടല്ല, അടുത്ത സ്നോ വീഴാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇനി നടക്കുന്നത്. നമ്മൾ ഏകദേശം വണ്ടിയുടെ മുകൾ ഭാഗവും സൈഡും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു.
ഇനി ഇവനെ നമുക്കൊന്ന് തുറന്നിട്ട് നമുക്കിതിനകത്ത് കയറിയിട്ട് ഒന്ന് ഹീറ്റിംഗ് ഒന്ന് ഓണാക്കണം. ഹീറ്റിംഗ് ഒന്ന് ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസും റിയർ നമ്മുടെ ആ ഗ്ലാസും കൂടെ ഒന്ന് ഹീറ്റിംഗ് ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ക്ലിയർ ആകും. അതുപോലെ തന്നെ മിററൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സീറ്റും ഒന്ന് ചൂടാക്കി എടുക്കണം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറിയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം ഇവൻ വലിച്ചു മാറ്റുന്നുണ്ടോ, നമുക്ക് പോകാൻ പറ്റുമോ. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള വെതറായിരിക്കത്തില്ല. ഓൾ വിൻ്ററിൽ അവിടെ എന്നും തന്നെ മഞ്ഞായിരിക്കും. അതുകൊണ്ട് ആ ഒരു സമയത്ത് വണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടയറുകൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ടയറുകളിൽ ചെയിൻ ഉണ്ട്, ആ ചെയിൻ ഘടിപ്പിക്കണം. അത് അവിടുത്തെ റൂളാണ്, മസ്റ്റാണ്. അത് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ഉണ്ട്. ആ ഒരു സമയത്ത് അതുണ്ടെങ്കിൽ മാത്രമേ അവിടെ പറ്റത്തുള്ളൂ. പക്ഷേ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വെതർ വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ അങ്ങനെയുള്ള റൂളുകൾ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സാധാരണ ടയർ ഉപയോഗിച്ചാണ് ഈ സമയത്തും പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത്രയും ഒരു ഹെവി സ്നോയിൽ നമുക്ക് സാധാരണ വണ്ടി ഉപയോഗിച്ചിട്ട് വെളിയിലോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. 4x4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, 4 വീൽ ഡ്രൈവൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പോകും. പക്ഷേ കയറ്റമൊക്കെ കയറുന്ന സമയത്താണ് സാധാരണ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഇവനെ അങ്ങ് വലിച്ച് വീല് കടന്ന് ഇങ്ങനെ റോൾ ചെയ്യും, കറങ്ങും, മൂവ് ചെയ്യത്തില്ല. അന്നേരം നമുക്ക് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാലും കിട്ടത്തില്ല. അത് കുറച്ച് ഡേഞ്ചറാണ്. ആ സമയത്ത് ആക്സിഡൻ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ കയറ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ബാക്കിലോട്ട് ഇറങ്ങിപ്പോയിട്ട് ആക്സിഡൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് വിൻ്ററിൽ ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ നമ്മുടെ വൈപ്പറൊക്കെ കണ്ടില്ലേ, കയറി അങ്ങ് സ്റ്റക്കായി. നോക്കി, വൈപ്പറൊന്നും താഴുന്നില്ല. ഒരു വൈപ്പർ എടുത്തിട്ട് വേണം അടുത്ത വൈപ്പർ ഒന്ന് ക്ലിയർ ചെയ്യാൻ. ഇനിയിപ്പോൾ ഈ വൈപ്പറൊന്നും കുറച്ച് ദിവസത്തേക്ക് ഇനിയും വർക്ക് ആവത്തില്ല. നമ്മൾ നല്ലപോലെ ഹീറ്റിംഗ് ഒക്കെ ഒന്ന് ഓണാക്കി കഴിഞ്ഞ് ഇവനെല്ലാം നമ്മളൊന്ന് ഓണാക്കി ഒന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വൈപ്പറൊക്കെ ഒന്ന് വർക്ക് ചെയ്തുള്ളൂ. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ വണ്ടി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബ്രഷുകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വിൻ്ററിൽ നമ്മുടെ വണ്ടിക്ക് ഗ്ലാസ് ക്ലിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഡീഐസർ എന്ന് പറയുന്നത്. ഈ ഡീഐസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -15 ഡിഗ്രി സെൽഷ്യസിലൊക്കെ വർക്ക് ചെയ്യും. ഇവനെ ഒന്ന് നമ്മൾ നല്ലപോലേക്ക് ഫ്രോസ്റ്റി ആയിരിക്കുന്ന സമയത്ത് ഗ്ലാസ്സിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഗ്ലാസ് ക്ലിയർ ചെയ്ത് കിട്ടും. ഒരു കാരണവശാലും നിങ്ങൾ നല്ല വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. കാരണം മിക്കവാറുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളമാണ് ആ സമയത്ത് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളം ഇപ്പോൾ നിങ്ങളുടെ നല്ലൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ഒരു കാരണം പഴയ വണ്ടിയൊക്കെ ആണെന്നെങ്കിൽ 2-3 പ്രാവശ്യം ഒഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ചൂടുവെള്ളം ഒഴിക്കരുത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്ലാസ്സിന് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഡീഐസർ നമുക്ക് കിട്ടും. വളരെയധികം വിലക്കുറവാണ്. ഇതിന് 1 പൗണ്ടേ ഉള്ളൂ. നമ്മൾ ബാർഗെയിൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ 1 പൗണ്ടിന് ഈ സാധനം കിട്ടും. ഏകദേശം 1 മണിക്കൂറോളം നമ്മളിത് പണിത് ഈ കാറൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് ഹീറ്റിംഗ് ഒക്കെ ഒന്ന് ഓണാക്കി നോക്കണം. ഹീറ്റിംഗ് ഒക്കെ ഓണാക്കിയിട്ട് നമുക്ക് എന്തുവരെ ഒന്ന് എടുക്കാനായിട്ട് നോക്കാം. എടുത്ത് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടെസ്കോയിൽ പോയിട്ട് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാറ് ഇട്ടേച്ച് പോകാനുള്ള പരിപാടിയാണ്. നടന്ന് പോയിട്ട് വരാം. അപ്പോൾ നടന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാക്കിയുള്ള കാഴ്ചകളൂടി നമ്മൾ കാണിക്കാം. നമുക്ക് ടയർ പോകുന്ന വഴി ഒന്ന് ക്ലിയർ ചെയ്തിടാം, ഇല്ലെങ്കിൽ നമുക്ക് പണിയാം. അപ്പോൾ ടയർ പോകുന്ന അതിൽ കൂടെ നമുക്ക് കുറച്ച് ഇപ്പോൾ തന്നെ ഹാർഡായി തുടങ്ങി കേട്ടോ. നോക്കിയേ, ഇപ്പോൾ തന്നെ ഹാർഡായി സാധനം. ഇതിപ്പോൾ കുറച്ച് നേരം അയാൾ വീണ് തുടങ്ങിയിട്ട്, പക്ഷേ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടല്ലോ ഹാർഡാകാനായിട്ട് തുടങ്ങി. ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്നോയും മഞ്ഞോ കാണാനായിട്ട് ഭയങ്കര രസമാണ്. പക്ഷേ നമ്മളൊന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. ഏകദേശം ഞാനൊരു 1.5 മണിക്കൂറോളം നമ്മൾ ആ കാറിനിട്ടൊന്ന് പണിത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെ ശരിക്കും ഏങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം ഞാൻ ഷവലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഹാർഡ് സ്നോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം. ഞാൻ എന്തായാലും വണ്ടിക്കകത്ത് കയറി ഹീറ്റിംഗ് ഒക്കെ ഒന്ന് ഓണാക്കട്ടെ. ഹീറ്റിംഗ് ഒക്കെ ഒന്ന് ഓണാക്കിയിട്ട് വേണം നമുക്കൊന്ന് എടുത്ത് നോക്കാൻ വണ്ടി എടുക്കാൻ പറ്റുമെന്ന്. എന്തായാലും ഞാൻ വണ്ടി എടുക്കാനായിട്ടൊന്ന് നോക്കുകയാണ്. നമ്മുടെ ഗ്ലാസും മിററും എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം, എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന്.
അപ്പോൾ നല്ലൊരു